സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോലാഹലങ്ങൾ ഒടുങ്ങി മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം എന്ന പോലെ തുടങ്ങി രാജ്യത്ത് സംഘപരിവാറിന്റെ ആക്രോശങ്ങൾ. നിരപരാധികളായ മനുഷ്യർക്ക് മേൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് മേൽ കത്തിയും കുറുവടിയുമായി താണ്ഡവ നൃത്തം ചവിട്ടുകയാണ് സംഘപരിവാർ ഭീകര സംഘങ്ങൾ. രാജ്യവ്യാപകമായി നിരവധി വർഗീയ സംഭവങ്ങളാണ് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡിൽ മൗലാന ഷിഹാബുദ്ദീൻ ഉൾപ്പെടെ 8 പേർ വർഗീയ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. കൂടാതെ ബുൾഡോസർ രാജ്, ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ബീഫിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ കർശന മാർഗനിർദ്ദേശങ്ങൾ നിലവിൽ ഉണ്ടായിരിക്കെയാണ് ഈ അതിക്രമങ്ങളെല്ലാം അരങ്ങേറുന്നത്. ജാർഖണ്ഡിൽ പള്ളി ഇമാമായ മൗലാന ഷിഹാബുദ്ദീനാണ് ഏറ്റവും ഒടുവിൽ ആൾക്കൂട്ട കൊലക്ക് ഇരയായിരിക്കുന്നത്. ഷിഹാബ് ഓടിക്കുകയായിരുന്ന ബൈക്ക് ഓട്ടോയിൽ തട്ടിയെന്നും അതിലെ യാത്രക്കാരിയായ അനിതാദേവിക്ക് പരിക്കേറ്റെന്നും ആരോപിച്ചായിരുന്നു ഇമാമിന് നേരെ സംഘം ഉറഞ്ഞു തുള്ളിയത്. ബർക്കത ജില്ലയിലെ ഹസാരിബാഗിലെ മദ്രസയിലും പള്ളിയിലുമായാണ് ഷിഹാബുദ്ദീൻ പഠിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇവിടെ നിന്ന് ഞായറാഴ്ച പുലർച്ചെ സ്വദേശമായ ബുനി ചൗഡിയയിലേക്ക് മടങ്ങുമ്പോഴാണ് സംഭവം. അനിതാദേവി, ഭർത്താവ് മഹേന്ദ്ര യാദവ്, ഭർത്തൃ സഹോദരൻ രാംദേവ് യാദവ് എന്നിവരാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. ബൈക്ക് ഓട്ടോയിൽ തട്ടിയതോടെ അനിതയ്ക്ക് പരിക്കേറ്റെന്ന് ആരോപിച്ച് മഹേന്ദ്ര യാദവും രാംദേവ് യാദവും ഇമാമിനോട് തർക്കിക്കാനും മർദ്ദിക്കാനും തുടങ്ങി. ഇതുകണ്ട് സമീപത്തുണ്ടായിരുന്ന ജനക്കൂട്ടവും ഓടിച്ചേർന്ന് ബാറ്റും വടിയും ഉപയോഗിച്ച് ഇമാമിനെ മർദ്ദിച്ചവശനാക്കി. അനിതാദേവിക്ക് നിസ്സാര പരിക്കാണുള്ളത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മർദ്ദനം നിർത്താൻ അനിത ആവശ്യപ്പെട്ടെങ്കിലും ജനക്കൂട്ടം ആക്രമണം തുടരുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയതോടെയാണ് ആൾക്കൂട്ടം ആക്രമണം നിർത്തിയത്. ശരീരമാസകലം രക്തത്തിൽ കുളിച്ച ഷിഹാബുദ്ദീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അതേസമയം സംഭവത്തിന് വർഗീയ നിറം ഇല്ലെന്ന നിലപാടിലാണ് പോലീസ്. വാഹനാപകടത്തിലാണ് ഇമാമിന് പരിക്കേറ്റതെന്നും പോലീസ് വാഹനത്തിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും വഴിമധ്യേ മരിച്ചെന്നുമാണ് പോലീസ് പറയുന്നത്. ഛത്തീസ്ഗഡിൽ പശുക്കടത്ത് ആരോപിച്ചാണ് യുപിയിലെ സഹാറൻപൂർ സ്വദേശികളായ ഗുഡ്ഡു ഖാൻ എന്ന മുഹമ്മദ് തഹസിൻ എന്ന 35 വയസ്സുകാരനും ചന്ദ് മിയ എന്ന 33 വയസ്സുകാരനും ജൂൺ 7-ന് മർദ്ദിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുന്നത്. യുവാക്കളെ തീവ്ര ഹിന്ദുത്വവാദികൾ മർദ്ദിച്ചവശരാക്കിയ ശേഷം പുഴയിൽ എറിഞ്ഞാണ് കൊലപ്പെടുത്തുന്നത്. പുലർച്ചെ അറാങ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മഹാനദി പുഴക്ക് കുറുകെയുള്ള പാലത്തിൽ വെച്ച് ഇവരുടെ വാഹനം തടഞ്ഞാണ് 20ഓളം വരുന്ന അക്രമി സംഘം ഇവരെ മർദ്ദിക്കുന്നതും അതിനുശേഷം കൊലപ്പെടുത്തി പുഴയിൽ എറിയുന്നതും. അലിഗഡ് സ്വദേശിയായ മുഹമ്മദ് ഫരീദ് ഔറംഗസീബ് ജൂൺ 19-നാണ് കൊല്ലപ്പെടുന്നത്. വസ്ത്രവ്യാപാരിയായ മുകേഷ് മിത്തലിന്റെ വീട്ടിൽ കവർച്ച നടത്തിയെന്നാരോപിച്ചാണ് ഫരീദിനെ തല്ലിക്കൊല്ലുന്നത്. ഫരീദിനെ അക്രമി സംഘം ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും തെരുവിലൂടെ വലിച്ചിഴക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇത് കണ്ട സ്ഥലത്തെത്തിയ പോലീസുകാരൻ ഫരീദിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയാണ്. ഗുജറാത്തിലെ ചിക്കോദ്രയിൽ ക്രിക്കറ്റ് മത്സരം കാണാൻ പോയപ്പോഴാണ് 23-കാരനായ സൽമാൻ വോറ എന്ന ആൾ കൊല്ലപ്പെടുന്നത്. ജൂൺ 22-ന് ആനന്ദ് ജില്ലയിലെ ചിക്കോദര ഗ്രാമത്തിൽ രാത്രി 11:30-നാണ് സംഭവം. ചർച്ച പോലും ചെയ്യപ്പെടാതെ പോയ ദാരുണ സംഭവമായിരുന്നു അത്. ഗുജറാത്തിലെ പോൾസൺ കോമ്പൗണ്ടിലാണ് സൽമാൻ ജീവിച്ചിരുന്നത്. തുണി കച്ചവടം നടത്തിയിരുന്ന ഒരു സാധാരണക്കാരൻ. ഗർഭിണിയായിരുന്നു സൽമാന്റെ ഭാര്യ. ക്രിക്കറ്റ് മാച്ചിന്റെ ഫൈനൽ കാണാനായിരുന്നു സൽമാൻ പോയത്. ഫൈനൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും മുസ്ലിങ്ങൾ കൂടുതലുള്ള ടീമുകളാണ് നന്നായി കളിച്ചത്. ഫൈനലിൽ വിജയിക്കുന്നത് മുസ്ലിങ്ങൾ കൂടുതലുള്ള ടീമാണെങ്കിൽ സംഘർഷം ഉണ്ടാകുമെന്ന അവസ്ഥ അവിടെ രൂപപ്പെടുന്നു. ഫൈനലിൽ കളിക്കുന്ന 2 ടീമുകളിൽ ഒന്നിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് കളിക്കാർ തന്നെ ആശങ്കപ്പെട്ടിരുന്നതായി സംഘാടകർ പിന്നീട് വ്യക്തമാക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ കൂടുതലായുള്ള ടീം കളിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും ജയ് ശ്രീറാം വിളികൾ ഉയരുന്നു. കാഴ്ചക്കാരിൽ 5000-ഓളം ആളുകളുള്ള ജനക്കൂട്ടത്തിൽ കേവലം 500-നടുത്ത് മാത്രമേ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ബാക്കിയുള്ള 4000-ഓളം വരുന്ന ജനക്കൂട്ടം ഒരു മനുഷ്യനെ കൊല്ലുന്നത് നോക്കി നിന്നു. ചുമ്മാ നോക്കി നിന്നതല്ല, അക്രമികൾക്ക് ചിയർ വിളിച്ച് ബൈക്ക് നിർത്തിയതുമാണ്. ബന്ധപ്പെട്ട തർക്കത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് എന്നതും എടുത്തു പറയണം.
മദ്യപിച്ച ഒരാൾ ആൾക്കൂട്ടത്തിൽ നിന്ന് തൻ്റെ ബൈക്കുമായി വന്ന് സൽമാന്റെ അടുത്ത് നിർത്തുകയും സൽമാനുമായി തർക്കത്തിലാവുകയും ചെയ്യുന്നു. സൽമാൻ സ്വന്തം ബൈക്ക് അവിടെ നിന്ന് മാറ്റണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. എന്നാൽ സൽമാൻ അതിന് കൂട്ടാക്കിയില്ല. അവർ തമ്മിൽ വാക്ക് തർക്കമാകുന്നു. ഞങ്ങൾ എന്താണോ പറയുന്നത് അത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നാണ് അപ്പോൾ അവിടെ കൂടി നിന്നവർ സൽമാനോട് പറയുന്നത്. ആളുകളുടെ എണ്ണം പതിയെ പതിയെ കൂടി വന്നു. മർദ്ദനം തുടങ്ങി. ആൾക്കൂട്ടത്തിൽ ഒരു സംഘം കൂട്ടമായി സൽമാനെ മർദ്ദിക്കുമ്പോൾ അവനെ തല്ലു എന്ന് ആളുകൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. സൽമാന്റെ ചലനമറ്റപ്പോൾ മാത്രമാണ് ആൾക്കൂട്ടം തല്ലുന്നത് നിർത്തിയത്. ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു സൽമാന്റെ ശരീരത്തിൽ. കണ്ണിന്റെ താഴെയായി കത്തി കൊണ്ട് വലിയ മുറിവുണ്ടാക്കിയിരുന്നു. ചെവി കടിച്ചു പറിച്ചതായും കാണാം. കത്തി വെച്ച് കുത്തി കിഡ്നിയിൽ പോലും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. കിഡ്നിയിൽ കത്തി കയറിയതായിരുന്നു സൽമാന്റെ മരണത്തിനുള്ള പ്രധാന കാരണം. സൽമാനെ കൂടാതെ മറ്റു 2 മുസ്ലിം യുവാക്കളും ക്രൂരമായി അതേസമയം ആക്രമിക്കപ്പെടുന്നു. അതിൽ ഒരാൾക്ക് ശരീരത്തിൽ 17 തുന്നുകളും മറ്റൊരാൾക്ക് 7 തുന്നുകളുമുണ്ട്. മരിച്ചതിന്റെ അടുത്ത ദിവസമാണ് സംഭവത്തിൽ ആനന്ദ് റൂറൽ പോലീസ് കേസെടുക്കുന്നത്. അസമിലെ നഖൌ ജില്ലയിലെ ചിങ്ബാരി ചപ്പാരി ഗ്രാമവാസികളായ സമവുദ്ദീൻ എന്ന 36 വയസ്സുകാരൻ, അബ്ദുൽ ജലീൽ എന്ന 40 വയസ്സുകാരൻ എന്നിവരെ ജൂൺ 22-ന് വനത്തിനുള്ളിൽ വെച്ച് സംസ്ഥാന ഫോറസ്റ്റ് ഗാർഡ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വന്യജീവി സങ്കേതത്തിൽ അതിക്രമിച്ച് കയറിയെന്ന് ആരോപിച്ചാണ് കൊലപാതകം. ഈ വാദം കുടുംബവും ഇവർക്കൊപ്പമുണ്ടായിരുന്നവരും തള്ളുകയാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായ ഇരുവരും പതിവ് പോലെ റമൌരി ബീൽ തണ്ണീർത്തടത്തിൽ മറ്റ് ഗ്രാമവാസികൾക്കൊപ്പം മീൻ പിടിക്കാൻ പോയപ്പോഴാണ് വെടിവെപ്പ് ഉണ്ടായത് എന്നാണ് ഇവർ പറയുന്നത്. ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ബിന്ദു സോഢി എന്ന യുവതി ജൂൺ 24-നാണ് കൊല്ലപ്പെടുന്നത്. ബിന്ദുവും ചില കുടുംബാംഗങ്ങളും ക്രിസ്ത്യാനികളായി മാറിയതിൻ്റെ പേരിലാണ് ആക്രമിക്കപ്പെടുന്നത്. ജോലി ചെയ്യുന്നതിനിടെ തടഞ്ഞു വെക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് കൊല്ലുകയുമായിരുന്നു. കൂടെയുണ്ടായിരുന്നവർ ഓടിയതിനാൽ അവർ രക്ഷപ്പെട്ടു. അവസാനമായി റിപ്പോർട്ട് ചെയ്തത് രാജസ്ഥാനിൽ നാരങ്ങയുമായി പോവുകയായിരുന്ന ലോറിക്ക് നേരെ ഗോരക്ഷാ ഭീകരർ നടത്തിയ ആക്രമണമാണ്. 2 ചെറുപ്പക്കാരെ അതീവ തീവ്രമായി മർദ്ദിക്കുകയായിരുന്നു. 20 അംഗ സംഘം എന്നാണ് പറയപ്പെടുന്നത്. അധികാരത്തിൻ്റെ അഹന്തയിൽ മാത്രമല്ല ഹിന്ദുത്വ ഭീകരർ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്. എന്നാൽ അധികാരം അവർക്ക് മൂർച്ച നൽകുന്നു. ഇനി കാണിച്ചു തരാം. ആദ്യ മോദി സർക്കാർ അധികാരമേൽക്കും മുൻപ് അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. 10 ആണ്ടുകൾ കഴിഞ്ഞ് വലിയ പകിട്ടൊന്നുമില്ലാതെ 3ാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോഴും അവർ പറഞ്ഞത് ഇതേ വാക്കുകളാണ്. എല്ലാറ്റിലും ശക്തമായി പ്രതികരിക്കുന്ന പ്രതിപക്ഷം പക്ഷേ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ മൗനം പാലിക്കുന്നതാണ് കാണാറ്. അവർക്കും ഭയമാണ് ഹിന്ദുത്വ ഭീകരതയെന്ന ഇരുതല മൂർച്ചയുള്ള ആ വിഷവാളിന്. waytonikah.com, the exclusive Muslim matrimonial site.